ഹായ് സ്നേഹ. ഹലോ സാർ. സ്നേഹ ടീച്ചറാണല്ലേ? അതെ അതെ. ആ, കൊച്ചു കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. അതെ അതെ, പിയാനോയുടെ ടീച്ചറാണ്. ഓക്കെ. ഈ സ്നേഹയ്ക്ക് എത്ര വയസ്സായി? 25. ആ, സ്നേഹ ഇപ്പോൾ കുട്ടി തന്നെയാണ്. പക്ഷേ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ വലിയ ടീച്ചറാവുമോ? അങ്ങനൊന്നും ഇല്ല. അവർക്കൊന്നും ഒരു പേടിയും ഇല്ല. അവർക്കെല്ലാം എന്നെ അറിയാം. ആ, അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ടീച്ചറല്ലെന്ന് അറിയാം. അപ്പോൾ ഭയങ്കര കൂളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. കൂളായിട്ടാണ് കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ ഇന്നലെ തന്നെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, പിയാനോ എക്സാം. അപ്പോൾ ഇങ്ങനെ കൂളായിട്ട് അവള് എങ്ങനെ ചെയ്താലും ഞാൻ കുറേ ടിപ്സ് തരും, അത് ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ പറയാം, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഈ ഷോയിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ മ്യൂസിക്കിനെ പ്രസന്റ് ചെയ്യണം, എന്റർടൈൻഡ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറേ പാക്കേജസ് ഇതിനകത്ത് ഉണ്ടാവും. ഇതിനകത്തൂടെയൊക്കെ നമ്മൾ ഭയങ്കര കൺസ്ട്രെയിൻസ് ഉണ്ടാവും ഇതിനകത്തൊക്കെ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതൊക്കെ മാനേജ് ചെയ്ത് എത്തുന്ന ആളാണ് കുറെ കൂടെ പോസിബിലിറ്റീസ് ഉണ്ടാക്കുക. എന്താണ് അതിലൊക്കെ പ്രിപ്പയർഡ് ആണോ ഇപ്പോൾ? അങ്ങനെ പെർഫോമൻസ് രീതിയിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷോയിൽ വരുന്നത്. ഇങ്ങനെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അതിന് മുന്നേ ഇങ്ങനെ കൺസേർട്ട്സും പിന്നെ അങ്ങനെ പഠിത്തവും അങ്ങനെ ആയിട്ട് മ്യൂസിക്കൽ പഠനം തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഇത്. പിന്നെ ഇപ്പം സെലക്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടിൽ ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറയും? അമ്മയും അച്ഛനും പിന്നെ ഞാനും, അത്രേ ഉള്ളൂ. അമ്മയും അച്ഛനും ഒക്കെ എന്താ ചെയ്യണേ? അമ്മ ജോലി ഉണ്ടായിരുന്നു, ഇപ്പം വീട്ടിലാണ്. പിന്നെ അച്ഛനും ജോലി ചെയ്യുക ബാംഗ്ലൂരിൽ. ഈ ബാംഗ്ലൂർ ഒത്തിരി കാലമായോ പോയിട്ട്? സ്കൂളിംഗ് ഒക്കെ അവിടെ നിന്നാണ്. പിന്നെ ചെന്നൈ പോയി എൻ്റെ കോളേജൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ മലയാളം ഒക്കെ ഞാൻ പഠിച്ചു, എഴുതാനും വായിക്കാനും ഒക്കെ ഞാൻ പഠിച്ചു. 7ാം ക്ലാസ്സിലെ വരെ ഉള്ള പുസ്തകം എല്ലാം വാങ്ങിച്ച് ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓ, സ്കൂളിംഗ് എല്ലാം അവിടെ ആയിരുന്നു അല്ലേ? അച്ഛനും അമ്മയും നേരത്തെ തന്നെ അവിടെ സെറ്റിൽഡ് ആണ്? ഞാൻ ഉണ്ടായപ്പം സെറ്റിലായി, അങ്ങനെ അവിടെ ജോലി കിട്ടി, അങ്ങനെ അവിടെ തന്നെ ആയി മാറി. ഓക്കെ. അപ്പൊ ഇവിടെ വന്നു പോകുന്ന എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ നാടുമായിട്ട്? പിന്നെ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ കാണാൻ എപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഗ്രാൻഡ് പേരൻസ് എല്ലാം പോയി, ഒരാളേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ടുള്ള വരവില്ല. ഇപ്പം അച്ഛൻ്റെ അമ്മ ഉണ്ട്, അപ്പോൾ കാണാൻ ഞാൻ വരാറുണ്ട് എപ്പോഴും. ഈ ഗ്രൂമിങ് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിലൊരു? ഗ്രൂമിംഗ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്രൂമിങ്ങിൽ എന്ന് വെച്ചാൽ പാട്ടായാലും ഇനിയും പെർഫോമൻസ് സ്റ്റൈലാണെങ്കിലും എങ്ങനെയാണ് പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്തപ്പം ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഒരു പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. പിന്നെ പാട്ടിലും ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ പഠിച്ചു ഞാനിപ്പം. ഏത് ജോണേഴ്സ് ഒക്കെ ഇഷ്ടം? എന്തൊക്കെയാ പെർഫോം ചെയ്യുന്നത്? ഹിന്ദുസ്ഥാനി, ക്ലാസിക്കൽ, കർണാട്ടിക് പഠിച്ചിട്ടുണ്ട്, ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടമാണ്. ഞാൻ രണ്ടും പെർഫോം ചെയ്യാറുണ്ട്. അത് പിന്നെ ലൈറ്റും. ഹിന്ദുസ്ഥാനി ഒരു 15 years ആയിട്ട്. അപ്പോൾ പാട്ട് തന്നെ ജീവിതം. കർണാട്ടിക് ഞാൻ 5 വയസ്സ് തൊട്ട് പഠിക്കുക. ഓ, രണ്ടും ഒരേപോലെ പഠിച്ചെടുത്താണ്. അതെ അതെ, അത് ഭയങ്കര ഗുണമുള്ള ഒരു പരിപാടിയാണല്ലോ. ഈ ഡിഫറൻസ്, ചില ഡിഫറൻസ് ഒക്കെ ഇങ്ങനെ നല്ലപോലെ ഡിഫറൻസ് ഉണ്ട്. രാഗങ്ങളുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പം കർണാട്ടിക്കിലാണെങ്കിൽ ഒത്തിരി ഗമകങ്ങളും പിന്നെ ഒരു സ്വരം തന്നെ പാടുന്ന രീതി തന്നെ വേറെയാണ്. പക്ഷെ ഹിന്ദുസ്ഥാനിയിൽ അതെടുക്കുന്നത് വേറെ, മോർ റൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഹിന്ദുസ്ഥാനിയിൽ ഇച്ചിരി ലൂസാണ്, ബട്ട് എന്നാലും റൂൾസ് ഉണ്ട്, അതിനും ഉണ്ട്. പിന്നെ കൺസേർട്ട് സ്റ്റൈലും വേറെയാണ്. ഹിന്ദുസ്ഥാനിയിൽ 1-2 രാഗങ്ങളാണ് ഒരു 2 മണിക്കൂർ കൺസേർട്ടിൽ പാടുന്നത്. ഒരു രാഗം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ പാടേണ്ടി വരും. നമ്മൾ പഠിക്കും. കർണാട്ടിക്കിലാണെങ്കിൽ കുറെ ഐറ്റംസ് കാണും. അതെല്ലാം മുറിച്ച് നമുക്കൊന്നും എത്താൻ പറ്റില്ല. പക്ഷെ സാധാരണ മറ്റേതെന്ന് വെച്ചാല് നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് പോകുന്നതും. അത് ഭയങ്കര കുറച്ചുകൂടി ഒരു പ്രോസസ്. ഞാൻ ആ ഒരു പെർസ്പെക്ടീവ് പറഞ്ഞതാണ്. കറക്റ്റ് തന്നെ. ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന പോലെ ആദ്യം ഭയങ്കര സ്ലോ ആയിട്ടുള്ള പോകുന്ന ഒരു
പീസായിരിക്കും, അതൊരു 20 മിനിറ്റോ വല്ലതും ആയിരിക്കും. വെരി സ്ലോ, താഴേന്ന് ലോ എന്തോ പറയുന്നത് നോട്ട്സിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് മുകളിൽ സാ വരെ എത്തി. എന്നിട്ട് ആ ലിറിക്സ് തന്നെ ഒരു 4 വരിയേ ഉള്ളൂ, പക്ഷെ 20 മിനിറ്റ് പാടണം ആ 4 വരി. അത് ഭയങ്കര രസമാണ്. ഇടയ്ക്ക് മഞ്ചേരി കഥ പറയുന്ന സമയത്ത് ഒരു വാക്ക് വിട്ടുപോയി. അവസാനം ഗുരുവിന്റെ വീട്ടിന്റെ പേരാണ് പറഞ്ഞത്, ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയും. അങ്ങനെ ഒരു തമാശകളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലൂസ് ആവുമ്പോൾ നമുക്ക് പെർഫോമൻസ് കുറച്ചുകൂടെ കൂട്ടാം എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെ. അപ്പോൾ ഹിന്ദുസ്ഥാനി പാടി ഒരു അൺസർട്ടനിറ്റിയാ. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കാണാതെ പഠിക്കുന്ന അതൊന്നും ഒക്കത്തില്ല ഹിന്ദുസ്ഥാനിയിൽ, എന്തായാലും അതൊക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ കൺസേർട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓൺ ദ സ്പോട്ട് പാടണം. മനോധർമ്മം കൂടുതലായിരിക്കും. 4 വരിയേ ഉള്ളൂ, അതാ. മറ്റേന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഡിസ്റ്റർബ്ഡ് ആവും. ഗുരുക്കന്മാരൊക്കെ നെറ്റി ചുളിക്കും. ഹിന്ദുസ്ഥാനി കുറച്ചുകൂടെ ഒരു അങ്ങനെ ഒരു ലിബറൽ ആയിട്ടുള്ളൊരു ഞാൻ മനസ്സിലാക്കണേണ് കേട്ടോ, ഞാൻ ചോദിക്കാം. പക്ഷെ ഹിന്ദുസ്ഥാനിയില് എന്തെങ്കിലും ശ്രുതി എന്ന് മാറിയാ പിന്നെ പ്രശ്നം, അതുകൊണ്ട്. ഓ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ഏതായാലും രണ്ടിന്റെ ഒരേ ഒരു സീരിയസ്നെസ് ആണ്, പക്ഷെ വേറെ രീതിയിലുള്ള സീരിയസ്നെസ്. അത് തന്നെ. ഈ സ്വഭാവം ഇതേപോലെ 2 രീതിയിലാണോ? അങ്ങനൊന്നുമില്ല, സ്വഭാവം ഭയങ്കര താളത്തിലുള്ള സ്വഭാവമാണ്. ഇങ്ങനെ തന്നെ ഇങ്ങനെ എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കും. അതെ. എനിക്ക് അങ്ങനെ വേറെ മൂഡോ ഒന്നുമില്ല, ഇങ്ങനെ വഴക്കുണ്ടാക്കൽ, പ്രശ്നം ഉണ്ടാക്കലൊന്നുമില്ല. ഇവിടെ കുറെ അടിയൊക്കെ കൂടേണ്ടി വരുമല്ലോ. ഓ, ഞാൻ അങ്ങനൊന്നുമില്ല. ഞാൻ ഈ അടിക്കൊന്നുമില്ല, ഞാൻ പാട്ട് പാടും, ഞാൻ വീട്ടിൽ പോകും, അങ്ങനെ. ഓ, അങ്ങനെ എല്ലാം പോസിറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, അതാണ് എനിക്ക്. ഞാൻ എത്ര ചോദിച്ചിട്ടും ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇങ്ങനെ ചിരിച്ച് വർത്താനം പറയണ, കാണാനും കേൾക്കാനും ഒക്കെ. അപ്പം ഞാൻ വിചാരിക്കണേ കുറച്ചുകൂടെ പെർഫോമൻസ് നന്നാക്കി ഹൈറ്റിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 2 പറയുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ടാവും. അതുണ്ട്. ചില സോങ്സ് എന്ന് പറയുമ്പോൾ കർണാട്ടിക് ബേസ്ഡ് ആണ്. മോസ്റ്റ് ഓഫ് ദി സോങ്സ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കർണാട്ടിക് ബേസ്ഡ്. അപ്പോൾ കർണാട്ടിക് ശരിക്കും അതാ. ഹിന്ദുസ്ഥാനി കുറച്ച് ഉണ്ട്, അതാ. പക്ഷെ ആ സോഫ്റ്റ് ആയിട്ടുള്ള വേർഷൻസും കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 2 ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിൽ. അപ്പൊ എന്തായാലും പൊളിക്കളിയാ, കേറി വാ. താങ്ക് യു സോ മച്ച്.